ഓപ്പറേഷൻ സിന്ധൂറോടെ ആയുധപുരയുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ശത്രു രാജ്യങ്ങളെ, പ്രത്യേകിച്ച് പാകിസ്ഥാനെ വിറപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. അതായത് പാകിസ്ഥാന് പേടി സ്വപ്നം, ചൈനീസ് ഭീഷണിയും ഇനി അവസാനിക്കുമെന്നതാണ് ഇന്ത്യയുടെ പുതിയ ആയുധം പുറത്തെത്തുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് മഞ്ഞിലും മഴയിലും ലക്ഷ്യം കാണുന്ന ആയുധം അണിയറയിൽ തയ്യാറെടുക്കുകയാണ് എന്നതാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ നേരിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ശക്തമായ സംവിധാനം ഒരുക്കാൻ ഇന്ത്യ സൈന്യം തയ്യാറെടുക്കുകയാണ്. ഏത് അത്യാധുനിക സൈനിക ടാങ്കുകളെയും തകർക്കുന്ന ആന്റി ടാങ്ക് ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം വൈകാതെ തന്നെ സ്വന്തമാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനായി സ്വകാര്യ മേഖലാ കമ്പനികളുമായി ആലോചനകൾ നടത്തുകയാണ് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. GPS രഹിത നാവിഗേഷൻ സംവിധാനമുള്ള ഇവ ഇലക്ട്രോ മാഗ്നറ്റ് പരിസ്ഥിതിയിലും പ്രവർത്തിക്കും. എത്ര ശക്തമായ സൈനിക ടാങ്കറുകളെയും തകർക്കും എന്നതാണ് പ്രത്യേകതയായി പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്ത് നിർമ്മിക്കുന്ന ഇവ ഇക്കഴിഞ്ഞ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ ആധുനിക ടാങ്കുകളുടെ ഉപയോഗ രീതി മനസ്സിലാക്കി തയ്യാറാക്കുന്നവയാണ് എന്നാണ് പറയപ്പെടുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യ പാക് സംഘർഷത്തിലുമൊക്കെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ഒരു പ്രധാന പ്രതിരോധ മാർഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ പ്രതിരോധം ശക്തമായിരുന്നു. എന്നാൽ അന്ന് ടാങ്കുകളെ പ്രതിരോധിക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നില്ല. ഇതോടെയാണ് അവയെയും തകർക്കാൻ പാകത്തിനുള്ള ഡ്രോൺ തയ്യാറാക്കപ്പെടുന്നത്. ആയുധങ്ങളുടെ കനത്ത വില വെച്ച് നോക്കുമ്പോൾ അത്തരം ഡ്രോണുകൾ അക്കാര്യത്തിലും ഉപകാരപ്രദമാണ്. ഒരു യൂണിറ്റ് ഡ്രോണിന് 1.4 ലക്ഷം രൂപ വരെയാണ് വില മതിക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ 2026 കൂടി തന്നെ ആയുധങ്ങളുടെ കാര്യത്തിൽ വലിയൊരു വികസനം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഈ 2026 കൂടി തന്നെ ഒരു നീണ്ട നിരയിലുള്ള ആയുധങ്ങൾ തന്നെ പുറത്തെടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇതെല്ലാം DRDOയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആയുധങ്ങളായിരിക്കും നിർമ്മിക്കുന്നത്. മാത്രമല്ല DRDO തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ആദ്യമായി തന്നെ പുറത്തിറക്കുന്നത് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈലുകളാണ്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ച ആയുധമാണ് ബ്രഹ്മോസ്. നിലവിൽ കര, നാവിക, വ്യോമസേനകൾ ഈ മിസൈലിന്റെ വിവിധ വകഭേദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രായോഗികമാകുന്ന ബ്രഹ്മോസ് മിസൈൽ വരെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിലവിൽ റഷ്യൻ നിർമ്മിത Su-300 MKI യുദ്ധവിമാനങ്ങൾക്ക് മാത്രമേ ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുള്ളൂ. ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കാനാകുള്ള തരത്തിലുള്ള ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പിനുള്ള ഗവേഷണത്തിലാണിപ്പോൾ DRDO ഉള്ളത്. ബ്രഹ്മോസ് NG എന്നതാണ് പുതിയ പതിപ്പ്, അല്ലെങ്കിൽ അതിന്റെ പേര് വന്നിരിക്കുന്നത്. ഭാരതം കുറഞ്ഞതും ചെലവ് കുറഞ്ഞതുമായ ബ്രഹ്മോസ് NG ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതായിരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. അടുത്തതായി വരുന്നത് ഹൈപ്പർസോണിക് മിസൈലുകൾ. ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെയും ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ഗ്ലൈഡ് വെഹിക്കിൾ പദ്ധതിയുടെ പരീക്ഷണം 2-3 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. തുടർന്നുകൊണ്ട് സൈന്യത്തിന്റെ ഭാഗമാകുകയും ചെയ്യും. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിനുള്ള സ്ക്രാംജെറ്റ് പ്രൊഫഷണൽ വിജയകരമായി തന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. പൂർണ്ണ തോതിലുള്ള പരീക്ഷണത്തിന് സർക്കാർ അനുമതി കാത്തിരിക്കുകയാണ് എന്നും അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതായത് 5-6 വർഷത്തിനുള്ളിൽ തന്നെ ഇത് സൈന്യത്തിന്റെ ഭാഗമാകാൻ സാധിക്കുമെന്ന് തന്നെയാണ് DRDO വ്യക്തമാക്കുന്നത്. മറ്റൊന്നായി പറയുന്നത് എയർ ടു എയർ മിസൈൽ നവീകരണം. വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാനാകുന്ന അസ്ത്ര മിസൈലിന്റെ പുതിയ വകഭേദത്തിലൂടെ തന്നെ DRDO കടന്നു പോകുന്നത്. മിസൈൽ ശേഷി ആധുനികവൽക്കരിക്കുന്നതിന്റെ ആ ഒരു പാതയിലാണ് എന്നും വ്യക്തമാകുന്നു. അസ്ത്ര മാർക്ക് 1 അതായത് MK1 സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ദൂരപരിധി കൈവരിക്കാൻ സാധിക്കുന്ന മാർക്ക് 2 അതായത് MK2, അതുപോലെ തന്നെ മാർക്ക് 3, MK3 എന്നിവ വികസിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പണിപ്പുരയിലാണ് DRDO. യുദ്ധങ്ങളിൽ നിന്ന് ഭൗമ ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കുന്ന രുദ്രം മിസൈലുകൾ ശ്രേണിയും വികസിപ്പിക്കുന്നതായുള്ള പ്രവർത്തനങ്ങളും DRDO നടത്തി വരികയാണ്. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ രുദ്രം 2, രുദ്രം 3, രുദ്രം 4 എന്നിവ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് എന്നും DRDO വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.